ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ജനവിധിക്ക് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ സംസ്ഥാനത്ത് സ്ഥാനാർത്ഥികളുടെയും മുന്നണി നേതാക്കളുടെയും ആരോപണ പ്രത്യാരോപണങ്ങൾ. ആലത്തൂർ മണ്ഡലത്തിൽ കൊട്ടിക്കലാശത്തിന് ശേഷം ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ അകമ്പടി വാഹനത്തിൽ ആയുധങ്ങൾ കടത്തിയെന്ന് UDF. ആയുധങ്ങൾ ഉപേക്ഷിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ആരോപിച്ചു. സ്വന്തം വാഹന പ്രചരണത്തിന്റെ കൂടെ അകമ്പടി പോയ വാഹനത്തിൽ നിന്നാണ് ഈ മാരകായുധങ്ങൾ പുറത്തേക്ക് എടുത്തിടുന്ന ദൃശ്യം. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് കാരണം ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് CPM നേരിട്ട് നടത്തുന്ന ആസൂത്രിതമായിട്ടുള്ള ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. വലിയ ആസൂത്രിതമായിട്ടുള്ളത് ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട്. മന്ത്രിക്ക് നേരിട്ട് പങ്കുള്ളത് തന്നെയാണ് എന്നുള്ളതാണ് അന്വേഷണത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ആരോപണം കള്ളമാണെന്ന് LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണൻ മറുപടി പറഞ്ഞു. ആയുധങ്ങൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട ഒരാവശ്യവും ഇടതുപക്ഷത്തിനില്ല എന്നും K രാധാകൃഷ്ണൻ അറിയിച്ചു. അത് മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ്. ഞാൻ അന്വേഷിച്ചപ്പം ഇവിടെ പാടത്ത് എൻ്റെ ബോർഡ് വെച്ചത് മറഞ്ഞു കിടന്നിരുന്നു. അതെല്ലാം ശരിയാക്കാൻ വേണ്ടി 2 കഴുങ്ക് വെട്ടിക്കൊണ്ടുവന്ന് യൂണിയൻകാരും എല്ലാവരും കൂടി വന്ന് പാടത്ത് അത് ബോർഡ് പൊക്കി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ പ്രചരണ വാഹനം വരുന്നത്. ആ വെട്ടിക്കൊണ്ടിരുന്ന അപ്പം അത് വന്നപ്പോഴേക്ക് വാഹനം വന്നപ്പോൾ അവർ പുറകെ വണ്ടി എടുത്തിട്ട് വന്നതാണ്. അപ്പം ഈ പണിയായുധങ്ങളും കൂടി അതിലെടുത്ത് വെച്ചു. അതെന്താ വെച്ചാൽ പിന്നെ ഇവരെന്താ വെച്ചാൽ ഇതിൻ്റെ പുറകെ വാഹനത്തിൻ്റെ പുറകെ വന്നിട്ട് വല്ല ഇനിയും ഈ വിട്ടുകത്തിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഒന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ചാലോന്ന് വെച്ചിട്ട് പുറത്തേക്ക് വരണ്ടെന്ന് വെച്ചിട്ട് അവരിവിടെ അത് ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്തത്. S ശ്യാംകുമാർ ആലത്തൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. ശ്യാമ, പല ജില്ലകളിലും തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആയുധങ്ങൾ കൈവശം വയ്ക്കുന്നതൊക്കെ ഈ സമയത്ത് അത് വളരെ കുറ്റകരമാണ്. പോലീസിന് നടപടിയെടുക്കാവുന്നതാണ്. ആലത്തൂരിലെ ഈ ആരോപണത്തിൽ അതിൻ്റെ ചില ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്ന പശ്ചാത്തലത്തിൽ പോലീസ് എന്തെങ്കിലും നടപടിയിലേക്ക് കടന്നിട്ടുണ്ടോ? എന്താണ് അക്കാര്യത്തിൽ CPM വിശദീകരണം എത്രത്തോളം തൃപ്തികരമാണ്? വിജയകുമാർ, പാലക്കാട് ജില്ലയിലും നിരോധനാജ്ഞ ഇന്നലെ കൊട്ടിക്കലാശത്തിന് പിന്നാലെ ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിരുന്നു. തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെയാണ് ആ നിരോധനാജ്ഞ ഉള്ളത്. ആ നിരോധനാജ്ഞ നിലനിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഇത്തരമൊരു CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നത്. പക്ഷേ പോലീസ് പറയുന്നത് ആ കാറിലെത്തിയ ആളുകളെ വിളിച്ചു വരുത്തി വിവരം ശേഖരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ CPIMന്റെ ഒരു ഔദ്യോഗികമായ പ്രസ്താവനകളൊന്നും വന്നിട്ടില്ല. പക്ഷേ പാർട്ടി നേതൃത്വവും LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണനും വ്യക്തമാക്കുന്ന ഒരു കാര്യം, പ്രചരണം കടന്നുപോകുന്ന സ്ഥലത്ത് തന്റെ ഫ്ലെക്സ് ബോർഡുകൾ അഴിഞ്ഞു കിടന്നിരുന്നു. അത് കെട്ടുന്നതിന് വേണ്ടി എത്തിയ പ്രാദേശിക പാർട്ടി പ്രവർത്തകരും നാട്ടുകാരുമാണ് ആ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ആ ഫ്ലെക്സ് ബോർഡുകൾ അഴിഞ്ഞുപോയത് കെട്ടാൻ കൊണ്ടുവന്ന ആയുധങ്ങളാണ് അതിലുണ്ടായിരുന്നത്, പണിയായുധങ്ങളാണ് എന്നുള്ളതാണ് LDFന്റെ ഔദ്യോഗികമായ ഒരു വിശദീകരണമായി വന്നിരിക്കുന്നത്. പക്ഷേ UDF ഇതിനെ കൂടുതൽ രാഷ്ട്രീയമായിട്ടാണ് എടുക്കുന്നത്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനായിട്ട് ആലത്തൂരിൽ ഒരു ശ്രമം നടക്കുന്നു. പ്രത്യേകിച്ച് സ്ഥാനാർത്ഥിയുടെ പ്രചരണ വാഹനത്തിന് പുറകെ പോകുന്ന ഒരു വാഹനത്തിൽ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആയുധങ്ങൾ ഇറക്കി വെച്ചിരിക്കുന്നു. അതെല്ലാം UDF പ്രവർത്തകരെ ആക്രമിക്കുന്നതിന്, നാളെ പോളിംഗ് ദിവസം UDF പ്രവർത്തകരെ പേടിപ്പെടുത്തുന്നതിനും ആക്രമിക്കുന്നതിനും വേണ്ടിയാണ് എന്നുള്ളതാണ് രമ്യ ഹരിദാസിന്റെ ആരോപണം. ഇതിൽ പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നൊരു നടപടി ഉണ്ടാകുന്നില്ല എന്നതുകൂടി രമ്യ ഹരിദാസ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ CPIMന്റെ ശ്രമം എന്ന് പറയുന്നത് UDF സ്ഥാനാർത്ഥിയാണ്. പക്ഷേ ഇക്കാര്യത്തിൽ നടന്നത് പ്രചരണം മാത്രമാണ്, അതിലൊന്നും വാസ്തവമില്ല എന്നുള്ളതാണ് LDFന്റെ ആരോപണം. ഏതായാലും വോട്ടെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുകയാണ്. പോരാട്ടം അതിതീവ്രമായി നടന്ന ആലത്തൂർ മണ്ഡലത്തിൽ ഇപ്പോൾ ഒരു ആയുധ വിവാദം കൂടി ഉടലെടുത്തിരിക്കുന്നത്. ഇത് വോട്ടർമാരെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്നുള്ളത് ഇനി കണ്ടറിയേണ്ടതാണ്. വിജയകുമാർ, അതിൽ ശ്യാമ, ഇതിൽ ഈ ആയുധങ്ങൾ ഉപേക്ഷിക്കുന്നു, ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി പുറത്തേക്ക് കൊണ്ടുപോയി വെക്കുന്നുണ്ട്. അപ്പോൾ അത് അക്കാര്യത്തിലാണല്ലോ ഇപ്പോൾ കുറെ കൂടി ചോദ്യങ്ങൾ ഉയരുന്നത്. ഇത് മന്ത്രി K രാധാകൃഷ്ണൻ പറയുന്നത് പോലെ ഈ പ്രചാരണ സാമഗ്രികൾ സ്ഥാപിക്കാനോ അല്ലെങ്കിൽ പൊട്ടിയത് വീണ്ടും ഉയർത്താനോ അതിനൊക്കെ മരം മുറിക്കാനോ ഒക്കെയാണെന്ന് ആരോപണം എന്നൊക്കെയുള്ള വിശദീകരണം വരുമ്പോഴും അതെന്തിനു ഉപേക്ഷിച്ചു എന്ന ചോദ്യത്തിന് മറുപടി തൃപ്തികരമാണോ? ഇക്കാര്യത്തിൽ K രാധാകൃഷ്ണൻ ഒരു വിശദീകരണം ഇങ്ങനെയാണ്. അതായത് പാടത്ത് അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന ചേലക്കരയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്.
ആ ചേലക്കര പ്രദേശത്തെ പാടത്ത് ഒരു ഫ്ലെക്സ് ബോർഡ്, പ്രചരണ വാഹനം കടന്നു പോകുന്ന വഴിയിൽ ഒരു ഫ്ലെക്സ് ബോർഡ് അഴിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. സ്ഥാനാർത്ഥി വരുന്ന സമയത്ത് അത് മോശമാണല്ലോ എന്ന് കരുതി പ്രവർത്തകർ അത് കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് പ്രചരണ വാഹനം എത്തുന്നത്. ഇതോടെ ആ പ്രദേശത്ത് സ്വീകരണം നൽകാനുണ്ടായിരുന്ന പാർട്ടി പ്രവർത്തകരൊക്കെ തന്നെയാണ് ആ കാറിൽ ഉണ്ടായിരുന്നത്. അവർ ഓടി ആ വാഹനത്തിൽ കയറുകയായിരുന്നു. ആ സമയത്ത് ആയുധങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ പോകുന്ന വഴിയിൽ പോലീസ് പരിശോധിച്ചാൽ ആയുധങ്ങളുള്ളത് പ്രശ്നമാകുമല്ലോ എന്ന് കരുതി സമീപത്ത് അത് ഉപേക്ഷിക്കുകയായിരുന്നു. എന്നാൽ അത് CCTV-യിൽ കണ്ടതോടെ വീണ്ടും അതിർത്ത വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോയി എന്നുള്ളതാണ് LDF-ന്റെ ഒരു വിശദീകരണം. പക്ഷേ UDF ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു. രാഷ്ട്രീയമായിട്ടുള്ള അവർ പറയുന്ന പ്രധാന ആരോപണം ഇത് മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാനാർത്ഥിക്കൊപ്പം സഞ്ചരിച്ച് ആയുധങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് UDF പ്രവർത്തകരെ ആക്രമിക്കാനും തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുമാണ്. പക്ഷേ പോലീസ് ഇത് കണ്ടില്ല എന്ന് നടിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ രണ്ട് വസ്തുതകളും ജനങ്ങളുടെ മുന്നിലുണ്ട്. തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുകയാണ് ഇത്തരം ഒരു ആരോപണവും അതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഇനി ജനങ്ങൾ എന്ത് തീരുമാനിക്കും എന്നുള്ളത് അത് മണ്ഡലത്തിൽ ഇനി അറിയേണ്ട കാര്യമാണ്. ഏതായാലും ഇതിൽ LDF-ന്റെയും UDF-ന്റെയും ആരോപണ പ്രത്യാരോപണങ്ങൾ ആയുധങ്ങൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട ആവശ്യമില്ല ഇടതുപക്ഷത്തിനെന്നാണ് K. രാധാകൃഷ്ണൻ മന്ത്രി, അദ്ദേഹം അവിടുത്തെ സ്ഥാനാർത്ഥി കൂടിയാണ്, മന്ത്രി K. രാധാകൃഷ്ണൻ പറയുന്നത്. അക്കാര്യത്തിൽ പോലീസിന്റെ അന്വേഷണം ഉണ്ടായേക്കും. ഈ ദൃശ്യങ്ങളിലുള്ളവരെ ചോദ്യം ചെയ്യുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത് ആലത്തൂരിൽ നിന്ന്. BJP-യുമായി ചർച്ച നടത്തിയെന്ന് ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തിയ CPM നേതാവ് EP ജയരാജൻ എന്ന K. സുധാകരൻ. EP പിന്മാറിയത് CPM നേതൃത്വം ഭീഷണിപ്പെടുത്തിയതോടെയെന്നും സുധാകരൻ ആരോപിച്ചു. EP ജയരാജൻ്റെ ചർച്ച കഴിഞ്ഞു. ചർച്ച ഈ ശോഭ മുഖാന്തരം നടത്തിയ ചർച്ച നടന്നു. ചന്ദ്രശേഖരനും ചർച്ച നടന്നു ഒരു പരിധി വരെ എല്ലാം കടന്നങ്ങോട്ട് എത്തിയപ്പോൾ പാർട്ടിയിൽ നിന്ന് ഭയങ്കരമായ ഭീഷണി ജയരാജന് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം പുള്ളി പിന്നോട്ട് പോയിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. ഗൾഫിൽ വെച്ചാണ് നടത്തിയത്. അതിനൊരു മധ്യവർത്തിയുണ്ട്. മധ്യവർത്തി തന്നെ നമ്മളിലൊക്കെ പറഞ്ഞ വിഷയമാണ്. മധ്യവർത്തിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഗവർണർ സ്ഥാനത്തെക്കുറിച്ചാണ് ചർച്ച നടത്തിയത്. രാജശേഖരടക്കം ചർച്ച നടത്തിയപ്പോൾ പങ്കെടുത്തിട്ടുണ്ട്. സജോ ദേവസ്യ വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്ന്. സജോ, വലിയ ആരോപണമാണ്, ഗുരുതര ആരോപണമാണ്. കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രൻ ഒരു BJP ഒരു CPM നേതാവിന് വേണ്ടി ചർച്ച നടന്ന കാര്യം ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. അത് EP ജയരാജനാണെന്നിപ്പോൾ സുധാകരൻ തന്നെ പറയുന്നു. ഇതിന് ഒരു മറുപടിയാണല്ലോ ഇനി വരാനിരിക്കുന്നത് മണിക്കൂറുകളിൽ, അടുത്ത മണിക്കൂറുകളിൽ. EP ജയരാജന്റെ പ്രതികരണം വന്നിട്ടുണ്ടോ? എന്താണ് മറ്റു വിശദാംശങ്ങൾ? വിജയകുമാർ, ജനങ്ങൾ വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്താൻ മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ആ ഘട്ടത്തിൽ വലിയ രാഷ്ട്രീയ മാനങ്ങളുള്ള ഗൗരവ സ്വഭാവത്തിലുള്ള ഒരു രാഷ്ട്രീയ ആരോപണം EP ജയരാജനെതിരെ ഉന്നയിക്കുകയാണ് K. സുധാകരൻ. ശോഭാ സുരേന്ദ്രൻ ദല്ലാൽ നന്ദകുമാറിനെ കേന്ദ്രീകരിച്ച് നടത്തിയ വെളിപ്പെടുത്തലിന്റെ തുടർച്ച എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ ആദ്യഘട്ടത്തിൽ ഈ തിരഞ്ഞെടുപ്പിലുടനീളം കോൺഗ്രസിനെതിരെയും UDF-നെതിരെയും പ്രത്യേകിച്ച് K. സുധാകരനെതിരെയും BJP ബാന്ധവം അല്ലെങ്കിൽ BJP-യിൽ പോകും, ഐ വിൽ ഗോ വിത്ത് BJP, RSS ശാഖയ്ക്ക് സംരക്ഷണം കൊടുത്തിട്ടുണ്ട് തുടങ്ങിയ K. സുധാകരന്റെ പരാമർശങ്ങളൊക്കെ LDF ആയുധമാക്കിയിരുന്നു. പക്ഷേ അതിനൊരു തിരിച്ചടി എന്ന നിലയ്ക്ക് ഗൗരവ സ്വഭാവത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുകയാണ്. ശോഭാ സുരേന്ദ്രൻ മുഖാന്തിരം ചർച്ച നടന്നു. ഗവർണർ പദവി വാഗ്ദാനം ചെയ്തു. EP ജയരാജൻ പാർട്ടിയുടെ സെക്രട്ടറി പദവി ആഗ്രഹിച്ചിരുന്നു. പക്ഷേ MV ഗോവിന്ദനാണ് സെക്രട്ടറി ആയത്. അതിൽ നിരാശയുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ചർച്ച നടന്നത്. ചർച്ചയിൽ തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ, പിന്നീട് ശോഭാ സുരേന്ദ്രനൊക്കെ പങ്കെടുത്തു. ഗവർണർ പദവി വാഗ്ദാനം ചെയ്തു. പിന്നീട് പാർട്ടി അറിഞ്ഞു. CPIM ഭീഷണിപ്പെടുത്തി അപ്പോൾ തൽക്കാലത്തേക്ക് പിന്മാറിയതാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് K. സുധാകരൻ ഉന്നയിക്കുന്നത്. ഇതിൽ EP ജയരാജൻ മറുപടി പറയും. 1:30-ക്ക് മാധ്യമങ്ങളെ കാണും എന്ന് EP ജയരാജൻ അല്പസമയം മുൻപ് അറിയിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ ഭാഗം വിശദീകരിക്കാൻ ശ്രമിക്കുമായിരിക്കും. പക്ഷേ ഇത് ഈ അവസാന ഘട്ടത്തിലും ഏറ്റവും ഒടുവിലും LDF പ്രധാനമായും UDF-നെ ആക്രമിക്കാൻ ഉപയോഗിച്ച അതേ വടി സുധാകരൻ തിരിച്ചു പ്രയോഗിക്കുന്നു അവസാന മണിക്കൂറിൽ എന്നതാണ് ഇതിലെ ശ്രദ്ധേയവും കൗതുകകരവുമായ കാര്യം. EP-യെ കേന്ദ്രീകരിച്ച് നേരത്തെയും ബിസിനസ് ബന്ധ ആരോപണം അടക്കമുള്ളവ UDF പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിച്ചിരുന്നു. അതിന് സമാനമായി തന്നെ K. സുധാകരനും വലിയ തോതിൽ, കണ്ണൂരിലാണെങ്കിൽ K. സുധാകരൻ മുഴുവൻ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പ്രധാനമായും നേരിട്ടത് BJP ബാന്ധവ ആരോപണം അല്ലെങ്കിൽ അന്തർധാര, അത്തരം ആരോപണങ്ങളൊക്കെയായിരുന്നു. അതിന് തിരിച്ചുള്ള ഒരു മറുപടി എന്ന നിലയ്ക്ക് കൂടി കാണണം. ഏതായാലും EP-യുടെ മറുപടി കൂടി 1:30-ക്ക് ഉണ്ടാകും. വിജയകുമാർ. യെസ്, ഇക്കാര്യത്തിൽ വിശദീകരണം നൽകും EP ജയരാജൻ. 1:30-ക്ക് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടേക്കും എന്നാണ് സജോ ദേവസ്യ റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ണൂരിൽ നിന്ന്. മറ്റൊരു പ്രധാന വാർത്ത ഇപ്പോൾ വരുന്നത്, പ്രധാനമന്ത്രിയോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടിയിരിക്കുന്നു. രാഹുൽ ഗാന്ധിക്കെതിരായ പരാതിയിലും കമ്മീഷൻ വിശദീകരണം തേടിയിട്ടുണ്ട്. രാജസ്ഥാനിലെ വിവാദ പരാമർശത്തിലും പ്രധാനമന്ത്രി വിശദീകരണം നൽകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടു എന്നാണ് ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. ബൽറാം, രാജസ്ഥാനിലെ വിവാദ പ്രസംഗത്തിൽ
അത് രാജസ്ഥാനിൽ തന്നെ പലയിടത്തും പ്രധാനമന്ത്രി ആവർത്തിച്ചു, കർണാടകയിൽ ആവർത്തിക്കുന്നു, ഉത്തർപ്രദേശിൽ അത് തന്നെ പരോക്ഷമായി പറയുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ എന്തുകൊണ്ട് ഇടപെടുന്നില്ലെന്ന ചോദ്യം പ്രതിപക്ഷ പാർട്ടികളാകെ ഉന്നയിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോഴെന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തിരിക്കുന്നത്? വിശദീകരണം തേടിയിരിക്കുകയാണ്. എന്താണ് മറ്റു വിവരങ്ങൾ? വിജയകുമാർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബൻസ്വാഡയിലെ മുസ്ലിം വിഭാഗത്തിനെതിരായി നടത്തിയ പരാമർശം പിന്നീട് പല വേദികളിൽ ആവർത്തിച്ചു. അതിനുശേഷം പിന്നീട് 7 വേദികളിൽ പ്രധാനമന്ത്രി സംസാരിച്ചതിൽ 6 ഇടത്തും ഈ ആരോപണം ആവർത്തിക്കുകയായിരുന്നു. എന്നാൽ മുസ്ലിം വിഭാഗം എന്ന് പിന്നീട് പരാമർശിച്ചിട്ടില്ല മറ്റ് 6 വേദികളിലും. എങ്കിലും മറ്റ് ആരോപണങ്ങളെല്ലാം ആവർത്തിക്കുന്നു. ഈ ആരോപണത്തിൽ നിരവധി പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ചിട്ടുണ്ട്. കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ആ വിവാദ പ്രസംഗത്തിന്റെ ദൃശ്യങ്ങളും ഉള്ളടക്കവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തേടുകയും അത് പ്രാഥമിക പരിശോധന നടത്തുകയും ചെയ്ത ശേഷമാണ് ഈ കാര്യത്തിൽ പ്രധാനമന്ത്രിയോട് വിശദീകരണം തേടിയിരിക്കുന്നത്. പ്രധാനമന്ത്രി ഈ മാസം 29-ന് 11 മണിക്ക് മുമ്പായി ഇക്കാര്യത്തിൽ വിശദീകരണം നൽകാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയിൽ നിന്നും BJP നൽകിയ പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിക്കെതിരായി BJP നൽകിയ പരാതി എന്നുള്ളത് രാജ്യത്തെ ദാരിദ്ര്യത്തിന്റെ വർദ്ധിച്ചതായി രാഹുൽ ഗാന്ധി നിരത്തിയ കണക്കുകൾ വ്യാജമാണ് എന്നുള്ളതാണ്. ഇക്കാര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടിയിരിക്കുന്നത്. ഇരുവരോടും ഏപ്രിൽ 29-ന് രാവിലെ 11 മണിക്ക് മുമ്പായി വിശദീകരണം നൽകാനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും പരാതി ലഭിച്ച് 4 ദിവസം പിന്നിട്ടിട്ടും നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിൽ കടുത്ത പ്രതിഷേധത്തിലേക്ക് കടക്കാനായിരുന്നു കോൺഗ്രസിന്റെ ആലോചന. തുടർന്ന് വീണ്ടും ഒരിക്കൽ കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് ഇക്കാര്യത്തിൽ കമ്മീഷൻ നടപടിയെടുക്കാത്തതിലുള്ള കടുത്ത അതൃപ്തി പ്രകടിപ്പിക്കാൻ കോൺഗ്രസ് ആലോചിച്ചിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ കമ്മീഷന്റെ ഭാഗത്തു നിന്നും പ്രാഥമികമായ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്. ഈ ആരോപണത്തിൽ അല്ലെങ്കിൽ പരാതിയിൽ പ്രധാനമന്ത്രിയിൽ നിന്നും വിശദീകരണം തേടിയിരിക്കുകയാണ്. ഇതിനുശേഷം ഈ വിശദീകരണം കൂടി പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ നടപടിയെടുക്കേണ്ടതുണ്ടോ, ചട്ടലംഘനമുണ്ടോ എന്നീ കാര്യങ്ങൾ സംബന്ധിച്ച തീരുമാനമെടുക്കുക. യോഗം ചേർന്നായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ആരോപണം കോൺഗ്രസിന്റെ പ്രകടന പത്രികയെ വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള ആരോപണം തുടർച്ചയായി തന്നെ ആവർത്തിക്കുകയാണ്. ഇന്ന് മധ്യപ്രദേശിലെ മൊറേനയിൽ നടത്തിയ പ്രചാരണ യോഗത്തിലും അദ്ദേഹം കോൺഗ്രസ് ജനങ്ങളുടെ സ്വത്ത് മംഗല്യ സൂത്രം പോലും തട്ടിയെടുത്ത് അത് സ്വന്തക്കാർക്ക് വിതരണം ചെയ്യാനാണ് കോൺഗ്രസിന്റെ പദ്ധതി എന്ന് അദ്ദേഹം ആവർത്തിച്ചു. കഴിഞ്ഞ ദിവസം 4 പ്രചാരണ യോഗങ്ങളിലും പ്രധാനമന്ത്രി ഇക്കാര്യം എടുത്തു പറഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത്. മുസ്ലിം എന്ന പദം ആദ്യ ഘട്ടത്തിൽ ബൻസ്വാഡയിൽ നടത്തിയ പരാമർശത്തിൽ മാത്രമാണ് പ്രധാനമന്ത്രി നടത്തിയത് എങ്കിൽ മറ്റ് വേദികളിൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്നോ ന്യൂനപക്ഷ കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിന് എന്നോ ഉള്ള പരാമർശമാണ് തുടർച്ചയായി നടത്തുന്നത്. അത് കേൾവിക്കാർക്ക് കൃത്യമായി തന്നെ അത് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പരാമർശം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും തുടർച്ചയായി ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ മറ്റ് BJP നേതാക്കളും ഇതേ പ്രധാനമന്ത്രിയുടെ അതേ ശൈലിയിൽ അതേ വിഷയം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസിനെതിരെ പ്രചരണം നടത്തുന്നു. എന്തായാലും കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ നൽകിയ പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഒരു ആദ്യഘട്ട നടപടി ഉണ്ടായിരിക്കുന്നു. വിജയകുമാർ. ബൽറാം, ഇതിൽ ഇന്നലെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ OBC സംവരണം സംബന്ധിച്ചുള്ള കോൺഗ്രസിന്റെ അവകാശവാദങ്ങൾ കർണാടക സർക്കാരിന്റെ നീക്കങ്ങളൊക്കെയാണ് ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ ഊന്നിയാണ് പ്രധാനമന്ത്രി രാജസ്ഥാന്, അതിന് തൊട്ടു പിന്നാലെ ഉത്തർപ്രദേശിൽ അലിഗഡിലെ പ്രസംഗം, പിന്നീട് കർണാടക, ഇന്നിപ്പോൾ മധ്യപ്രദേശ്. അപ്പോൾ ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുമൊക്കെ BJPക്ക് സ്വാധീനമുള്ള മേഖലകളിലൊക്കെ ഈ വിഷയത്തിലൂന്നി ഇതിൻ്റെ വകഭേദങ്ങളെന്ന് നമുക്ക് പറയാവുന്ന തരത്തിൽ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങൾ. അപ്പോൾ ഈ വിശദീകരണം തേടി 29 വരെ പ്രധാനമന്ത്രിക്ക് സാവകാശമുണ്ട്. അതിനിടയിൽ 2ാം ഘട്ട തെരഞ്ഞെടുപ്പും കഴിയും, 3ാം ഘട്ടത്തിലേക്ക് അടുക്കുകയും ചെയ്യും. ഇത്തരം പരാമർശങ്ങൾ വിലക്കാനോ അതിലേതെങ്കിലും തരത്തിലൊരു തടയിടാനോ ഉള്ള നടപടികളിലേക്ക് എന്തായാലും കമ്മീഷൻ പോയിട്ടില്ല. ഇനി അതിനെപ്പറ്റി ആലോചന ഈ വിശദീകരണം കിട്ടിയ ശേഷമേ ഉണ്ടാവൂ എന്ന് ഉറപ്പല്ലേ?
തീർച്ചയായും വിജയകുമാർ, നിലവിൽ അത്തരത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാധാരണ നിലയിൽ ഗൗരവമുള്ള തരത്തിൽ ഒരു വിദ്വേഷ പ്രചരണം സംബന്ധിച്ച് ഗൗരവമായ വിധികൾ മുൻപ് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. പോലീസിന് സ്വമേധയാ കേസെടുക്കാവുന്ന ഇതാണ് എന്ന് സുപ്രീം കോടതി 2 വിധികളിൽ, സുപ്രധാന വിധികളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ വിദ്വേഷ പരാമർശങ്ങൾക്കെതിരെ ഉടൻ തന്നെ നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കുകയാണ് പതിവ്. ഈ തെരഞ്ഞെടുപ്പ് സീസണിലും ആദ്യ പരാതി ലഭിച്ചത് കോൺഗ്രസിന്റെ വക്താവ് രൺദീപ് സിംഗ് സുർജേവാലയ്ക്കെതിരെയാണ്. 2 ദിവസത്തിനകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി ഉണ്ടായി. അദ്ദേഹത്തെ 48 മണിക്കൂർ പ്രചാരണത്തിൽ നിന്നും വിലക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനം. എന്നാൽ ഈ പരാതി, പ്രധാനമന്ത്രിക്കെതിരായ പരാതിയിൽ 4 ദിവസം പിന്നിട്ടിരിക്കുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അദ്ദേഹത്തിൽ നിന്നും വിശദീകരണം ചോദിക്കുന്നത്. ആ വിശദീകരണം നൽകാനാകട്ടെ ഇനിയും 4 ദിവസം കൂടി ബാക്കിയുണ്ട് അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ പ്രചാരണം അദ്ദേഹത്തിന് 2ാം ഘട്ട പ്രചരണം ഇന്നലെ പൂർത്തിയാക്കി എങ്കിൽ 3ാം ഘട്ട പ്രചരണത്തിന്റെ പകുതിയിലേറെ അദ്ദേഹത്തിന് പ്രചരണം നടത്താനാകും. അതിനുശേഷം മാത്രമായിരിക്കും ആ തീരുമാനം കേട്ട ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കുക. അതേസമയം വിജയകുമാർ സൂചിപ്പിച്ച പോലെ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് പ്രകടന പത്രിക വ്യാഖ്യാനിച്ച് ഈ ജാതി സെൻസസ് എന്നുള്ളത് മാത്രം വ്യാഖ്യാനിച്ച് നടത്തിയ ആരോപണമാണെങ്കിൽ ഇന്നലെ മുതൽ പ്രധാനമന്ത്രി സംസാരിച്ച 3 വേദികളിലും പ്രധാനമന്ത്രി മറ്റ് 2 ആരോപണങ്ങൾ കൂടി ഇതോടൊപ്പം ഉന്നയിക്കുന്നു. അതൊന്ന്, ഈ കർണാടകയിൽ നടപ്പാക്കിയ OBC സംവരണം എല്ലാ മുസ്ലിം വിഭാഗത്തെയും OBCയിൽ ഉൾപ്പെടുത്തി കൊണ്ട് സ്വന്തം വോട്ട് ബാങ്കിനെ OBCയിൽ ഉൾപ്പെടുത്തി ആദിവാസി ദളിത് വിഭാഗത്തെ വഞ്ചിക്കാനാണ് നീക്കം എന്ന ആരോപണം അദ്ദേഹം ആവർത്തിക്കുന്നു. ആന്ധ്രയിൽ നേരത്തെ ഇത് കോൺഗ്രസ് നടപ്പാക്കാൻ ശ്രമിച്ചതാണെന്ന് അദ്ദേഹം ഒപ്പം ആരോപിക്കുന്നുണ്ട്. ഇതുകൂടാതെ പാരമ്പര്യ സ്വത്തിന് നികുതി ഈടാക്കാൻ കോൺഗ്രസ് ശ്രമം ആലോചിക്കുന്നു എന്നും അത് ഈ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നും ശരി ബൽറാം, ഏതായാലും 29-ാം തീയതി രാവിലെ 11 മണിക്ക് മുമ്പ് പ്രധാനമന്ത്രി വിശദീകരണം നൽകണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത് വൈകി ഈ വിദ്വേഷ പരാമർശ പരാതി ലഭിച്ചിട്ടും നടപടിയെടുക്കാൻ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മേൽ വലിയ ആരോപണമുണ്ട്. അതിനിടെയാണ് വിശദീകരണം തേടിയ നടപടി ഉണ്ടായിരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്കെതിരെ BJP നൽകിയ പരാതിയിലും കമ്മീഷൻ വിശദീകരണം തേടിയിട്ടുണ്ട്. അതും 29-ാം തീയതി രാവിലെ 11 മണിക്ക് മുൻപാകെ രാഹുൽ ഗാന്ധിയും മറുപടി നൽകണം. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. വോട്ടെടുപ്പിന് മണിക്കൂറുകൾക്ക് മുമ്പ് വയനാട് ബത്തേരിയിൽ കിറ്റ് പിടികൂടിയതിൽ വിവാദം പുകയുന്നു. BJP ആണ് കിറ്റ് വിതരണത്തിന് പിന്നിലെന്നാണ് LDFന്റെയും UDFന്റെയും ആരോപണം. 1500ഓളം കിറ്റുകളാണ് ബത്തേരിയിൽ നിന്ന് പിടികൂടിയത്. വിഷയത്തിൽ BJPക്ക് പങ്കില്ലെന്നും കിറ്റ് വിവാദമല്ല, ക്വിറ്റ് രാഹുലാണ് വയനാട്ടിലെ ചർച്ചയെന്നും NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ പറഞ്ഞു. ഇവിടെ ഒരു ക്ഷേത്രത്തിൽ ഒരു ഭക്തൻ അദ്ദേഹത്തിൻ്റെ ഗൃഹപ്രവേശത്തോടനുബന്ധിച്ച് അവിടെയുള്ള വിശ്വാസികൾക്ക് വിതരണം ചെയ്യാനായിട്ട് ഒരു വഴിപാട് നേർന്ന കാര്യമാണ് BJPയുടെ തലയിൽ അട്ടിമറിച്ചിരിക്കുന്നത്. BJPയെ നിങ്ങൾ ആക്ഷേപിച്ചോളൂ, LDFും UDFും. പക്ഷേ ഒരു കിറ്റ് വിതരണം എന്നുള്ളത് പുറത്തു വന്നപ്പോൾ അത് മുഴുവൻ ആദിവാസി കോളനികളിലേക്കുള്ളതാണ് എന്നെങ്ങനെയാണ് പറയുന്നത്? ആദിവാസികൾക്ക് മാത്രം എന്താണ് ഇങ്ങനെ ഒരു പ്രത്യേകത? ആദിവാസികൾ ഒരു കിറ്റ് കൊടുത്താൽ അവരുടെ വോട്ട് കിട്ടുമെന്നാണോ? അത് ആ ഗോത്ര സമൂഹത്തെ, ആദിവാസി സമൂഹത്തെ LDFും UDFും അപമാനിച്ചിരിക്കുകയാണ്. BJP ആണ് കിറ്റ് വിതരണത്തിന് പിന്നിലെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ കയ്യിലുണ്ടെന്ന് T സിദ്ദിഖ് MLA പറഞ്ഞു. ഇത് ഓർഡർ ചെയ്തത് BJP പ്രവർത്തകർ, ഇത് കൊണ്ടുപോയത് BJP ഡയറക്ഷൻ അനുസരിച്ച് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ള വാഹനത്തിൽ, അത് കൊണ്ടുപോയി കൊടുത്തതും അത് കൊണ്ടുപോയി വെച്ചതും പ്രാദേശികമായിട്ടുള്ള BJP പ്രവർത്തകർ. എന്നിട്ട് BJP നേതാക്കന്മാർ പറയുകയാണ് ഞങ്ങൾക്ക് ഇതുമായി യാതൊരു രീതിയിലുള്ള ബന്ധമില്ല എന്ന്. ഇവിടെ ഷാലിമാർ സൂപ്പർ മാർക്കറ്റിലേക്ക് ഇത് ആവശ്യപ്പെട്ട് സംസാരിച്ചതായിരിക്കുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്. അത് കഴിഞ്ഞ് ഇത് കൊണ്ടുപോയതായിരിക്കുന്ന വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് CCTV അടക്കം പരിശോധിച്ചും അല്ലാതെയും ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഞങ്ങളിത് BJPയുടെ വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ആളുകൾ ഇതിലെന്ത് പറയുന്നു എന്ന് ഞങ്ങൾ കാത്തു നിൽക്കുകയാണ്. അതിനുശേഷം ഞങ്ങൾ ഇതിൻ്റെ എവിഡൻസ് അടക്കം പുറത്തുവിടും. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിലൊരു അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ K സുരേന്ദ്രൻ അത് നിഷേധിച്ച സാഹചര്യത്തിൽ T സിദ്ദിഖിന്റെ പക്കലുള്ള തെളിവുകൾ അദ്ദേഹം പുറത്തുവിടുമായിരിക്കും ഉടനല്ലേ? ഈ വിഷയം തെരഞ്ഞെടുപ്പ് ഓഫീസർമാരും അതോടൊപ്പം തന്നെ പോലീസും കൃത്യമായ രീതിയിൽ തന്നെ അന്വേഷണം നടത്തുന്നുണ്ട്. അത് ഫ്ലൈയിങ് സ്ക്വാഡിന് കൈമാറും. അതായത് പിടിച്ചെടുത്ത കിറ്റുകൾ ഫ്ലൈയിങ് സ്ക്വാഡിന് കൈമാറും എന്നുള്ളതാണ് പോലീസ് ഇന്നലെ തന്നെ വ്യക്തമാക്കിയത്. അത്തരം നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും
ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെയാണ് ഇത്തരത്തിലൊരു വിവാദം വയനാട്ടിൽ തലപൊക്കിയത്. ഇന്നലെ വൈകിട്ടോടുകൂടി ബത്തേരിയിൽ നിന്ന് ഒരു ഭക്ഷ്യോൽപ്പന്ന വിതരണ കേന്ദ്രത്തിൽ നിന്നാണ് കിറ്റുകൾ പിടികൂടിയത്. 2 വാഹനങ്ങളിൽ നിറച്ച നിലയിൽ. അതോടൊപ്പം തന്നെ അവിടെ അതിൻ്റെ ഗോഡൌണിനകത്തും ഇത്തരം സമാനമായ രീതിയിൽ തന്നെ കിറ്റുകൾ തയ്യാറാക്കി വെച്ചിരുന്നു. ഇത് ഓർഡർ ചെയ്തിരിക്കുന്നത് BJPയുടെ പ്രാദേശിക നേതാക്കളാണ് എന്നുള്ളതാണ് LDFിൻ്റെ ആരോപണം. ഇവിടെ മാത്രമല്ല, മാനന്തവാടി പ്രദേശത്തും അതോടൊപ്പം തന്നെ കൽപ്പറ്റ മേപ്പാട് റോഡിലെ സൂപ്പർ മാർക്കറ്റിലും എല്ലാം തന്നെ ഇതുപോലെ കിറ്റുകൾ തയ്യാറാക്കി വെച്ചിരുന്നു. പല ലോറികളിലും കയറി കിറ്റുകൾ പോയതായുള്ള വിവരം കൂടി, അത്തരത്തിലുള്ള ഒരു ആരോപണം കൂടി LDFും UDFും ഉന്നയിക്കുന്നുണ്ട്. ഇതിൽ അത്ര സുഗമമായി BJPക്ക് കൈ കഴുകാൻ കഴിയില്ല എന്നുള്ളതാണ് T സിദ്ദിഖ് MLA വ്യക്തമാക്കുന്നത്. അതിൻ്റെ കാരണം ഇത് പ്രാദേശിക നേതാക്കളാണ് ഇത് ഓർഡർ ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട ഇത് കൊണ്ടുപോകാൻ ഉപയോഗിച്ച വാഹനങ്ങൾ BJP എത്തിച്ചതാണ് ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ മദ്യവും അതോടൊപ്പം തന്നെ ഹാൻസ് പോലുള്ള നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും ഈ കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല, ഇത് ആദിവാസി ഊരുകളിലേക്ക് ഉൾപ്പെടെ വിതരണം ചെയ്യാനുള്ള ശ്രമമാണ് ഉണ്ടായിരുന്നതെന്നുള്ള ആക്ഷേപം കൂടി ഉന്നയിക്കുന്നുണ്ട്. ഇതിന് മറുപടിയായി K സുരേന്ദ്രൻ വ്യക്തമാക്കുന്ന കാര്യം വയനാട്ടിലെ ഗോത്ര സമൂഹത്തോട് മാപ്പ് പറയാൻ LDFും UDFും തയ്യാറാകണം എന്നുള്ള കാര്യമാണ്. ആദിവാസി സമൂഹത്തെ മുഴുവൻ അപമാനിച്ചിരിക്കുകയാണ്. ഒരു വിശ്വാസിയുടെ വഴിപാടാണ് ഇത്. ആ ഗൃഹപ്രവേശവുമായി ബന്ധപ്പെട്ട വഴിപാടിന്റെ ഭാഗമായിട്ടാണ് കിറ്റുകൾ. ആ കിറ്റുകളാണ് BJPയുടെ തലയിൽ വയ്ക്കുന്നത് എന്നുള്ള ആക്ഷേപമാണ്. മറുപടിയാണ് BJPക്കെതിരെ തെളിവുകൾ ഉണ്ടെന്നാണ് T സിദ്ദിഖ് അറിയിച്ചിരിക്കുന്നത്. അത് പുറത്തുവിടും. BJP അത് നിഷേധിക്കുകയാണെങ്കിൽ അത് പുറത്തുവിടുമെന്ന് അദ്ദേഹം അറിയിക്കുന്നു. BJP അത് നിഷേധിച്ചിട്ടുണ്ട്. അപ്പോൾ T സിദ്ദിഖ് ആ തെളിവുകൾ, BJP നേതാക്കൾക്ക് ഇതിൽ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ പുറത്തുവിടുമെന്ന് നമുക്ക് കരുതാം. എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം എന്നതും നോക്കേണ്ടതുണ്ട്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.